ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ലൊരു കസ്റ്റഡ് തയ്യാറാക്കാം. നല്ല തണുപ്പൊക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ചൗരി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന കസ്റ്റഡാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത്. കസ്റ്റഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിൽ 1 ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് തയ്യാറാക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, വാനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പാലോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തണുത്ത പാലാണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ടകളൊന്നും കൂടാതെ ഇതുപോലെ ഫോർക്കോ ബീറ്ററോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് മാറ്റി വെക്കണം. പാലൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പതയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൗരി വേവിച്ചതാണ്. ഒരു 1/2 കപ്പിനടുത്ത്, 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല, ചൗരി വേവിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൗരി വേവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചൗരി വേവിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ അളവ് പഞ്ചസാര മതി. ഈ ഒരു 1 ലിറ്റർ പാലിന് ഒരു 1/4 കപ്പ് പഞ്ചസാര മതി. അത്യാവശ്യം മധുരമൊക്കെ കിട്ടും. നല്ലതുപോലെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ചൗരി കട്ടകളൊന്നും കൂടാതെ ഇതുപോലെ ഓരോ സീഡും സെപ്പറേറ്റ് ആയി കിട്ടുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ കസ്റ്റാർഡിൻ്റെ പൊടി പാത്രത്തിനടിയിൽ അങ്ങ് തറഞ്ഞിരിക്കും. ഒന്നുകൂടെ ഒന്ന് ഇറക്കി യോജിപ്പിച്ചതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. ശേഷം പെട്ടെന്ന് തന്നെ തവി വെച്ച് ഇളക്കുക. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക. പെട്ടെന്ന് തന്നെ ഇതുപോലെ തിക്കായി കിട്ടും. ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ തവിയിൽ ചെറുതായിട്ടൊന്ന് പറ്റിയിരിക്കുന്ന ഒരു പരുവം, നല്ലൊരു ക്രീമി തിക്കാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. ശേഷം കുറച്ച് നേരം കൂടെ ആ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കസ്റ്റാർഡിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയതിന് ശേഷം 2 മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അങ്ങനെ തണുപ്പിച്ചെടുത്തിട്ടുള്ള കസ്റ്റാർഡിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൗരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ അളവ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ആപ്പിള് പഴം ഇവയൊക്കെ ചേർക്കുകയാണെങ്കിൽ കസ്റ്റാർഡ് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ആപ്പിളിൻ്റെയും പഴത്തിൻ്റെയും കളറൊക്കെ മാറി കസ്റ്റാർഡിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു.